ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിലെ സെക്കൻഡ് ചാപ്റ്ററായിട്ടുള്ള IFRS കവറേജ്ഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 അതായത് പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ്. ഓക്കെ, അതായത് PPE എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുക, പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ്. ഓക്കെ, എന്താണ് PPE എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് PPE പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ആർ ടാഞ്ചിബിൾ അസറ്റ്. നമുക്കറിയാം പ്രോപ്പർട്ടിയും പ്ലാന്റും എക്യുപ്മെൻറ്റും എല്ലാം എന്താണ്, ടാഞ്ചിബിൾ അസറ്റാണ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അത്തരത്തിലുള്ള അസറ്റുകളാണ് PPE അഥവാ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ കൺവെൻഷനലി കാൾഡ് ഫിക്സ്ഡ് അസറ്റ് അണ്ടർ ഇന്ത്യൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇന്ത്യൻ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ട് ഇവയെ നമ്മൾ പൊതുവെ ഫിക്സ്ഡ് അസറ്റ് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഫിക്സ്ഡ് അസറ്റ് നിങ്ങൾക്കറിയാം. നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, ബിൽഡിങ്, ഫേർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, വെഹിക്കിള്, കമ്പ്യൂട്ടർ, എക്യുപ്മെൻറ്റ് തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം, ഈ പറഞ്ഞതെല്ലാം ടാഞ്ചിബിൾ അസറ്റാണ്. ഫോർ എക്സാമ്പിൾ പറയാം, ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, അത് നമുക്ക് തൊടാൻ പറ്റും അല്ലേ, ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും, അത് ഫീൽ ചെയ്യാൻ പറ്റും. ലാൻഡും അതുപോലെയാണ് അല്ലേ, ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാം, തൊടാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ളവയാണ് നമുക്ക് എന്ത് പറയുക, ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ, PPE അഥവാ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് ആർ ടാഞ്ചിബിൾ അസറ്റ് ഹെൽഡ് ഫോർ യൂസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ഫോർ റെൻ്റൽ ടു അതേഴ്സ് എക്സെട്ര. PPE അഥവാ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, എക്സാമ്പിൾ പറയാം, പ്രൊഡക്ഷന്, നമ്മുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മെഷീൻ വാങ്ങി, ആ മെഷീൻ എന്താണ്, നമ്മുടെ ബിസിനസ്സിലെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മെഷീൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, ഏതെങ്കിലും രീതിയിലുള്ള ഗുഡ്സോ സർവീസോ അത് കസ്റ്റമറിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്. ഓർ ഫോർ റെൻ്റൽ ടു അതേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ എക്യുപ്മെൻറ്റ് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഉദാഹരണം പറയാം, നമ്മുടെ ലാൻഡ് എന്താണ് മറ്റു ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസുകളിലൊക്കെയാണ് നമ്മൾ PPE അഥവാ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കയ്യിലുള്ള അസറ്റ്, ലാൻഡ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫേർണിച്ചർ ആയിക്കോട്ടെ, ഏതും എന്താണ്, നമ്മൾ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനിലോ ആണ് ഇവ യൂസ് ചെയ്യുന്നത് എങ്കിൽ അവയെ നമ്മൾ അസറ്റായിട്ട്, ടാഞ്ചിബിൾ അസറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റായിട്ട് കണക്കാക്കും. ഓക്കെ, അടുത്തത് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ചോദിച്ചാൽ, ടു പ്രിസ്ക്രൈബ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ PPE, അതായത് പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് അഥവാ PPEയുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയെന്ന് വിശദമാക്കുക എന്നത് തന്നെയാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 ലക്ഷ്യം. ഓക്കെ, സ്കോപ്പ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സ്കോപ്പ്? ഓക്കെ, ദിസ് സ്റ്റാൻഡേർഡ് ഷാൾ ബി അപ്ലൈഡ് ഇൻ ദി അക്കൗണ്ടിങ് ഫോർ പ്രോപ്പർട്ടി. ഓക്കെ, ഇത് നമ്മൾ പ്രോപ്പർട്ടി, ഈ സ്റ്റാൻഡേർഡ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, പ്രോപ്പർട്ടിയുടെ അക്കൗണ്ടിങ് നടത്തുന്ന സമയത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 ഉപയോഗിക്കുന്നത്. ഓക്കെ, ബട്ട് ദിസ് സ്റ്റാൻഡേർഡ് ഡസ് നോട്ട് അപ്ലൈ ടു, എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ സ്റ്റാൻഡേർഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെയാണ്? PPE which are classified as held for sale,
അതായത് നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ്, അതായത് നമ്മുടെ കയ്യിലുള്ള PPE അഥവാ ഫിക്സ്ഡ് അസറ്റ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ ഫിക്സ്ഡ് അസറ്റായി കണക്കാക്കുകയില്ല. അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ 16 കീഴിൽ വരില്ല. കാരണം എന്താ? ഉദാഹരണം പറയാം, നമ്മുടെ കയ്യിലുള്ള ഭൂമി അത് നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുള്ള ഭൂമിയാണെങ്കിൽ അത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 അണ്ടറിൽ വരുന്നതല്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മെഷീനറി നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ല ഉപയോഗിക്കുന്നത്. പകരം നമ്മൾ അത് വിൽക്കാൻ വെച്ചേക്കാണ്, മെഷീനറി വിൽക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ ആ മെഷീനറി ഹെൽഡ് ഫോർ സെയിലാണ് അല്ലേ? അതെന്ത് ചെയ്യൂല? ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 അണ്ടറിൽ വരില്ല. ഇതിൻ്റെ അണ്ടറിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ സപ്ലൈക്ക് വേണ്ടിയിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതായിരിക്കണം. അല്ലാതെ വിൽക്കാനുള്ള അസറ്റാണെങ്കിൽ അത് നമ്മൾ ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 കീഴിൽ വരികയില്ല. അടുത്തത് ബയോളജിക്കൽ അസറ്റ് റിലേറ്റഡ് ടു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. നമ്മുടെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബയോളജിക്കൽ അസറ്റും എന്തിൻ്റെ കീഴിൽ വരില്ല? ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 അത്തരം അസറ്റുകൾക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ മിനറൽ റൈറ്റ്സ് ആൻഡ് മിനറൽ റിസർവ് സച്ച് ആസ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് സിമിലർ നോൺ ജനറേറ്റീവ് റിസോഴ്സ്. അതായത് മിനറൽ റൈറ്റുകൾ, അതേപോലെ ഈ ഓയില്, നാച്ചുറൽ ഗ്യാസ് പോലത്തെ അല്ലേ, ഓയിൽ പോലെ അല്ലേ, അല്ലെങ്കിൽ എന്താ പെട്രോളിയം പോലത്തെ നോൺ ജനറേറ്റീവ് റിസോഴ്സ്, നമ്മൾ ഉപയോഗിച്ചാൽ തീരുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള നമ്മൾ കുഴിച്ചെടുക്കുന്ന മിനറൽസിലെ അത് നമ്മളെ സംബന്ധിച്ച ഒരു അസറ്റാണ് അല്ലേ? ഇപ്പോൾ ഓയിൽ നമ്മൾ കുഴിച്ചെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് പെട്രോളിയം കുഴിച്ചെടുക്കുകയാണെങ്കിൽ, നാച്ചുറൽ ഗ്യാസ്, ഇവയൊക്കെ അസറ്റ് ആണെങ്കിൽ പോലും അവക്കൊന്നും എന്ത് ചെയ്യില്ല, ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? PPE വിച്ച് ആർ ക്ലാസിഫൈഡ് ആസ് ഹെൽഡ് ഫോർ സെയിൽ, നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുള്ള അസറ്റുകൾ. അതേപോലെ ബയോളജിക്കൽ അസറ്റ് റിലേറ്റഡ് ടു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി, നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബയോളജിക്കൽ അസറ്റ്സ്. പിന്നെ മിനറൽ റൈറ്റ്സ് ആൻഡ് മിനറൽ റിസർവ് സച്ച് ആസ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് സിമിലർ നോൺ ജനറേറ്റീവ് റിസോഴ്സസ്. നാച്ചുറൽ ഗ്യാസ് പോലെ, ഓയിൽ പോലെ, പെട്രോളിയം പോലത്തെ നോൺ ജനറേറ്റീവ് റിസോഴ്സുകളും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ കീഴിൽ വരില്ല. അല്ലെങ്കിൽ ഇവക്കൊന്നും ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 ബാധകമല്ല. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഒരു വസ്തുവിനെ അസറ്റാക്കി കൺസിഡർ ചെയ്യുക, എപ്പോഴൊക്കെയാണ് നമ്മൾ ഒരു വസ്തു അസറ്റാണോ അതല്ലെങ്കിൽ അസറ്റ് അല്ലേ എന്ന് തീരുമാനിക്കുക എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് റെക്കഗ്നിഷൻ ആസ് എൻ അസറ്റ്. ഒരു വസ്തു അസറ്റായിട്ട് എപ്പോഴാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, an item of property, plant and equipment should be recognized as asset if and only if it is possible that future economic benefit associated with the item will flow to the entity. അതായത് നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അസറ്റായിട്ട് പരിഗണിക്കണമെങ്കിൽ ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ഐറ്റം വിൽ ഫ്ലോ ടു ദി എൻറ്റിറ്റി. ഈ ഐറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് നമ്മുടെ സ്ഥാപനത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ കയ്യിലുള്ളത് ഒരു മെഷീനറിയാണ്. ആ മെഷീനറി നമ്മൾ അസറ്റായിട്ട് പരിഗണിക്കണമെങ്കിൽ ആ മെഷീനറി ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അതാണല്ലോ ആ മെഷീനറി കൊണ്ടുള്ള ഉപയോഗം അല്ലേ? അതല്ല അതിനോടുള്ള എക്കണോമിക് ബെനിഫിറ്റ്. ആ എക്കണോമിക് ബെനിഫിറ്റ് നമ്മുടെ സ്ഥാപനത്തിന് ലഭ്യമായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആ മെഷീനറി നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ വാടക നമ്മുടെ സ്ഥാപനത്തിന് ഫ്യൂച്ചറിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആ വാടക വന്നുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മൾ അതിനെ ഒരു അസറ്റായി പരിഗണിക്കുന്നത്. രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് ദ ഐറ്റം ക്യാൻ ബി റിലയബിളി മെഷേർഡ്. ഈ ഐറ്റത്തിൻ്റെ, അത് മെഷീനറി ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ആ ഐറ്റത്തിൻ്റെ കോസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു ഐറ്റം ആയിരിക്കണം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റിന്, അത്തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് അല്ലെങ്കിൽ PPE പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, രണ്ടാമത്തത് സ്പെയർ പാർട്സ്, സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻറ്റ് ആൻഡ് സർവീസിങ് എക്യുപ്മെൻറ്റ്സ്. നമ്മുടെ സ്പെയർ പാർട്സുകൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസുകൾ, സർവീസിങ് എക്യുപ്മെൻറ്റുകളൊക്കെ
അസറ്റാണോ അസറ്റ് അല്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളല്ലേ ചെറിയ ചെറിയ ടൂൾസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സ്പെയർ പാർട്സുകൾ, അതൊക്കെ നമ്മൾ അസറ്റായിട്ട് പരിഗണിക്കൂലേ? ഓൺലി മേജർ സ്പെയർ പാർട്സ് ആർ ട്രീറ്റഡ് ആസ് അസറ്റ്. വലിയ വലിയ സ്പെയർ പാർട്സുകളാണെങ്കിൽ നമ്മൾ അസറ്റായിട്ട് കൺസിഡർ ചെയ്യും. അല്ലാത്ത ചെറിയ ചെറിയ ടൂൾസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അത് എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, അല്ലാതെ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുകയില്ല. മൂന്നാമത്തത് സേഫ്റ്റി ആൻഡ് എൻവിറോൺമെൻറ്റൽ എക്യുപ്മെൻറ്റ്. നമ്മുടെ സേഫ്റ്റിക്കും നമ്മുടെ എൻവിറോൺമെൻറ്റിൻ്റെ സാഹചര്യത്തിനും അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ചില ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുമ്പം എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സേഫ്റ്റിക്കും വേണ്ടി പല എക്യുപ്മെൻറ്റും നമ്മൾ ഉപയോഗിക്കും. അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റും നമ്മൾ അസറ്റായിട്ട് കൺസിഡർ ചെയ്യും. അടുത്തത് ഫ്രീക്വൻറ്റ് റീപ്ലേസ്മെൻറ്റ്. ദ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദി അസറ്റ്. നമ്മൾ ചില അസറ്റുകൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ ചില ഭാഗങ്ങൾ അല്ലേ, ഇപ്പോൾ മെഷീൻ്റെ ഒക്കെ ചില പാർട്സുകൾ, ചില ഭാഗങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ വർഷം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള റീപ്ലേസിങ് കോസ്റ്റ്, അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, സച്ച് റീപ്ലേസിങ് കോസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദി അസറ്റ്. അത് അസറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ട് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് കോസ്റ്റുകൾ പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഫസ്റ്റത്തെ നമ്മൾ എപ്പോഴാണ് ഒരു PPE, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നുള്ള കാറ്റഗറിയിൽ ഒരു വസ്തു വരിക എന്ന് ചോദിച്ചാൽ, ആ വസ്തുവിൽ നിന്നുള്ള ബെനഫിറ്റ് നമ്മുടെ സ്ഥാപനത്തിന് കിട്ടിക്കൊണ്ടിരിക്കണം. അത് ആ വസ്തുവിൽ നിന്നുള്ള റെൻ്റായിരിക്കാം, ആ വസ്തു മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന റെൻ്റായിരിക്കാം, അല്ലെങ്കിൽ ആ വസ്തു ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സാധനം പ്രൊഡക്ഷൻ നടത്തുന്നതായിരിക്കാം. എന്താണെങ്കിലും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ ലഭ്യമായിരിക്കണം. അതുപോലെ തന്നെ ആ വസ്തുവിൻ്റെ കോസ്റ്റ് നമുക്ക് കൃത്യമായി മെഷർ ചെയ്യാൻ കഴിയണം. ഈ രണ്ട് കേസിലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് രണ്ടും പോസിബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ. രണ്ടാമത്തെ സ്പെയർ പാർട്സ്, ടൂൾസ്, സർവീസ് എക്യുപ്മെൻറ്റ്സ് പോലത്തെ ചെറിയ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ കേസിലാണെങ്കിൽ അത് മേജർ സ്പെയർ പാർട്സ്, വലിയ സ്പെയർ പാർട്സോ ടൂൾസുകളൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ അസറ്റായിട്ട് കൺസിഡർ ചെയ്യും. മേജർ അല്ലാത്തവയെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടും കൺസിഡർ ചെയ്യും. അതുപോലെ സേഫ്റ്റി ആൻഡ് എൻവിറോൺമെൻറ്റൽ എക്യുപ്മെൻറ്റിനെ നമ്മൾ അസറ്റായി കൺസിഡർ ചെയ്യും. അതേപോലെ ചില അസറ്റുകളുടെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, ആ അസറ്റിൻ്റെ ഏതെങ്കിലും ചില പാർട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കേണ്ടി വരും. അത്തരത്തിൽ റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോസ്റ്റ് നമ്മൾ എവിടെയാണ് ഉൾപ്പെടുത്തുക, ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദി അസറ്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, ഇത് പ്രകാരം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, സ്റ്റാർ ലിമിറ്റഡ് ഇൻക്ലൂഡ് ദ ഫോളോവിങ് കോസ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ പർച്ചേസ് ഓഫ് എ പ്ലാന്റ്. സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു പ്ലാന്റ് വാങ്ങി, ആ കമ്പനി ഒരു പ്ലാന്റ് വാങ്ങി, അതുമായി ബന്ധപ്പെട്ട് വന്ന ചിലവാണ് നമ്മൾക്ക് താഴെ തന്നിട്ടുള്ളത്. ഒന്ന് കോസ്റ്റ് ഓഫ് ദി പ്ലാന്റിൻ്റെ ചിലവ് 5 ലക്ഷം രൂപ. ശ്രദ്ധിക്കുക, കോസ്റ്റ് ഓഫ് ദി പ്ലാന്റ് 5 ലക്ഷം രൂപ. റിബേറ്റ് അലൗഡ് ബൈ ദി വെൻഡർ എന്ത് ചെയ്ത് റിബേറ്റ് അനുവദിച്ച്, റിബേറ്റ് എന്ന് പറഞ്ഞാൽ ചില ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ചില എമൗണ്ടിൽ ചില കീവ് അനുവദിച്ച്, 2% കീവ് അനുവദിച്ച്. ഓക്കെ, അടുത്തത് എക്സൈസ് ഡ്യൂട്ടി ഓൺ പർച്ചേസിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടി, അതിൻ്റെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. ദ കമ്പനി ക്യാൻ ക്ലെയിം എ GST ക്രെഡിറ്റ് ഓഫ് ₹20,000 ഓൺ എക്സൈസ് ഡ്യൂട്ടി പെയ്ഡ്. ആ എക്സൈസ് ഡ്യൂട്ടി എത്രയാണ്, 50,000 ആണല്ലേ എക്സൈസ് ഡ്യൂട്ടി. ആ എക്സൈസ് ഡ്യൂട്ടിയുടെ 50,000 പേ ചെയ്തിട്ടുള്ളതിൽ 20,000 GST ക്രെഡിറ്റ് ആയിട്ട് കമ്പനിക്ക് ക്ലെയിം ചെയ്യാം. GST ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അത് ഗവൺമെൻറ്റിൽ നിന്ന് കമ്പനിക്ക് കിട്ടുന്ന ടാക്സ് അടച്ചതിൽ നിന്ന് ചെറിയ ഒരു എമൗണ്ട് എന്ത് ചെയ്യും, റീഫണ്ടായിട്ട് കിട്ടും. അതിന് നമ്മൾ GST ക്രെഡിറ്റ് എന്ന് പറയാം. അങ്ങനെ ഈ 50,000 അടച്ചതിൽ 20,000 GST ക്രെഡിറ്റ് ആയിട്ട് തന്നെ കമ്പനിക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നുണ്ട്. അതായത് ഗവൺമെൻറ് കമ്പനിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 30,000. ടെക്നിക്കൽ സ്റ്റാഫ് പ്രൊവൈഡഡ് ബൈ ദി വെൻഡർ ഫോർ കമൻസിങ് ദി ഓപ്പറേഷൻ ഓഫ് എ പ്ലാന്റ്. ഓക്കെ, അതായത് നമുക്ക് ആ പ്ലാന്റ് ഓപ്പറേഷൻ ചെയ്ത് കാണിച്ചു തരുന്നതിന് വേണ്ടി, അത് തുടങ്ങി കാണിച്ചു തരുന്നതിന് വേണ്ടി നമുക്ക് ആ പ്ലാന്റ് വിറ്റിട്ടുള്ള വെൻഡർ
കുറച്ച് ടെക്നിക്കൽ സ്റ്റാഫിനെ നമുക്ക് തന്നിട്ടുണ്ട്. അവർക്ക് കൊടുക്കേണ്ടി വന്ന ചിലവ് 40,000 40,000. ഓക്കെ, 40,000 അത് അതിൻ്റെ അടിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് കോസ്റ്റ് ഓഫ് പ്രിപ്പയറിംഗ് ദ സൈറ്റ് ഫോർ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ. ഓക്കെ, നമുക്ക് നമ്മുടെ ആ പ്ലാന്റ് നമ്മുടെ ബിസിനസ്സിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് സൈറ്റ് ഒരുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സൈറ്റിൻ്റെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ചിലവ് 10,000. അതായത് നമുക്കൊരു പ്ലാന്റ് വെക്കണമെങ്കിൽ അതിന് വേണ്ട സ്ഥലം വേണമല്ലോ. ആ സ്ഥലം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 10,000 രൂപ ചിലവ് വന്നു. ഓക്കെ, സൈറ്റ് തയ്യാറാക്കുന്നതിന് 10,000 രൂപയുടെ ചിലവ് വന്നു. പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊമോഷണൽ ആക്ടിവിറ്റി, ബിസിനസ്സിൽ പലതരത്തിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റി ചെയ്തു, അതിന് 18,000 രൂപ വന്നു. പ്രൊമോഷണൽ ആക്ടിവിറ്റി എന്നാൽ നമ്മൾ ബിസിനസ്സിനെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ചിലവും വന്നു, അത് 18,000 രൂപ. പിന്നെ പറഞ്ഞത് ഡ്യൂറിങ് ദി ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് ദ പ്ലാന്റ് വാസ് സബ്ജക്റ്റ് ടു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓൺ ടെസ്റ്റ് ബേസിസ് ആൻഡ് സാമ്പിൾ ക്വാണ്ടിറ്റി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വാസ് മാനുഫാക്ചർഡ് ഡ്യൂറിങ് ദ പീരിയഡ്. അതായത് നമ്മൾ ആ പ്ലാന്റ് നമ്മുടെ ബിസിനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട്, അല്ലേ, നമ്മൾ പ്രൊഡക്ഷനൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ചില സേർട്ടൻ എമൗണ്ട് ഓഫ് സാമ്പിൾ നമ്മൾ ഉണ്ടാക്കി, അല്ലേ. ആ മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാമ്പിൾ നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് സച്ച് സാമ്പിൾ വാസ് ₹75,000. അത്തരത്തിലുള്ള സാമ്പിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 75,000 രൂപ ചിലവ് വന്ന്. അതായത് മെഷീൻ കൃത്യമായിട്ട് രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് സാമ്പിൾ പ്രൊഡ്യൂസ് ചെയ്ത്, ആ സാമ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 75,000 രൂപ എന്ത് ചെയ്ത് 75,000 രൂപ ചിലവ് വന്ന്. ഓക്കെ, ദി സാമ്പിൾസ് വെയർ സോൾഡ് ഫോർ ₹20,000. ഈ സാമ്പിൾ നമ്മൾ വിറ്റപ്പോൾ 20,000 രൂപ കിട്ടുകയും ചെയ്ത്. 75,000 രൂപയാണ് ചിലവ് വന്നത്, 20,000 രൂപയ്ക്ക് നമ്മൾ ആ സാമ്പിൾ വിറ്റ്. ബേസ്ഡ് ഓൺ ദിസ്, ഈ ഇൻഫർമേഷൻ്റെ വെളിച്ചത്തിൽ വാട്ട് ഷുഡ് ബി ദ കോസ്റ്റ് ഓഫ് പ്ലാന്റ്, ഈ പ്ലാന്റിൻ്റെ കോസ്റ്റ് എന്തൊക്കെയാണ്, എത്രയാകും ഈ പ്ലാന്റിൻ്റെ കോസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടൊന്ന് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പ്ലാന്റിൻ്റെ കോസ്റ്റ് കാണുക എന്നുള്ളത് നോക്കാം. പ്ലാന്റിൻ്റെ വില 5 ലക്ഷമാണ്, 2% റിബേറ്റ് തന്നിട്ടുണ്ട്. എക്സൈസ് ഡ്യൂട്ടി 50,000 അതിൽ 20,000 ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അതായത് ഡിസ്കൗണ്ട് അല്ല, GST ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെക്ക് 20,000 റീഫണ്ട് ലഭിക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 30,000. ടെക്നിക്കൽ സ്റ്റാഫ്, കമ്പനി തന്നിട്ടുള്ള ടെക്നിക്കൽ സ്റ്റാഫിന് വേണ്ടി വന്ന ചിലവ് 40,000. സൈറ്റ് റെഡിയാക്കുന്നതിന് വേണ്ടി 10,000 രൂപയുടെ ചിലവ് വന്ന്. പ്രൊമോഷണൽ ആക്ടിവിറ്റിക്ക് വേണ്ടി 18,000 രൂപ വന്ന്. ഓക്കെ, അത് ബിസിനസ്സിൻ്റെ പ്രൊമോഷനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 18,000 വന്ന്. പിന്നെ സാമ്പിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ആ പാരഗ്രാഫിലുണ്ട് 75,000 രൂപയുടെ ചിലവ് വന്ന്. അതിന് ആ സാമ്പിൾ വിറ്റപ്പോൾ നമുക്ക് 20,000 രൂപ കിട്ടുകയും ചെയ്ത്. ഓക്കെ, ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം ഡയറക്റ്റ് കോസ്റ്റ്, പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയറക്റ്റ് കോസ്റ്റ് 5 ലക്ഷം രൂപയാണ് പ്ലാന്റിൻ്റെ വില. ഓക്കെ, ക്ലിയർ അല്ല? 5 ലക്ഷം രൂപ, 2% ഡിസ്കൗണ്ട് ഉണ്ട്, റിബേറ്റ് തന്നിട്ടുണ്ട്, അല്ലേ. അപ്പോൾ അതിന് 5 ലക്ഷത്തിൻ്റെ 2% എന്ന് പറഞ്ഞാൽ 10,000, ബാക്കി 4,90,000 നമുക്ക് ചിലവായത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ആ ചിലവായ ഡയറക്റ്റ് കോസ്റ്റിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും, എക്സൈസ് ഡ്യൂട്ടി കൂട്ടും. നമ്മൾ പർച്ചേസിന് കൊടുക്കുന്നതാണ് എക്സൈസ് ഡ്യൂട്ടി, അല്ലേ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. ആ എക്സൈസ് ഡ്യൂട്ടി എത്രയാണ് വന്നത്? 50,000. പക്ഷേ 20,000 റീഫണ്ട് ലഭിക്കുന്നുണ്ട്, അല്ലേ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. GST ക്രെഡിറ്റ് 20,000 കിട്ടുന്നുണ്ട് എന്ന്, അല്ലേ. അപ്പോൾ ആ 20,000 കുറച്ചിട്ട് 50,000 നിന്ന് 20,000 കുറച്ചിട്ട് ബാക്കി 30,000 നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കൂട്ടുന്നുള്ളൂ, അല്ലേ. അപ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് റിബേറ്റ് 10,000 കുറച്ച് ബാക്കി 4,90,000. അതിനോട് എക്സൈസ് ഡ്യൂട്ടി 30,000 കൂട്ടി. 30,000 എങ്ങനെയാണ് വന്നത്? 50,000 നിന്ന് GST ക്രെഡിറ്റ് 20,000 കുറച്ചു. ഓക്കെ, അതിനോട് കൂട്ടെ നമുക്ക് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ്, നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് വന്ന മറ്റു കോസ്റ്റുകൾ, ആ മെഷീന് ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചിലവുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണം പറയാം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ആ മെഷീന് കൊണ്ടുവരാൻ വേണ്ടി വന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 30,000, അത് ഇതിനോട് കൂടെ ആഡ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്, ഈ മെഷീൻ എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില ടെക്നിക്കൽ സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് 40,000 കൊടുത്ത്. കോസ്റ്റ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷൻ, ആ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ് ഒരുക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപയുടെ ചിലവ് വന്ന്. പിന്നെ കോസ്റ്റ് ഓഫ് ടെസ്റ്റ് റണ്ണ്, ആ മെഷീന്
ടെസ്റ്റ് ചെയ്തിട്ട് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 55,000 രൂപയുടെ ചിലവ് വന്ന്. അതെങ്ങനെയാണ് 55,000 രൂപ വന്നത് മനസ്സിലാക്കാം. 75,000 രൂപയാണ് ചിലവ് വന്നത്. ഓക്കെ, സാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സാമ്പിൾ പ്രൊഡ്യൂസ് ചെയ്തപ്പം 75,000 രൂപയുടെ ചിലവ് വന്ന്. പക്ഷെ ആ സാമ്പിൾ നമ്മൾ 20,000 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. ഓക്കെ, സാമ്പിൾ വിറ്റിട്ടുണ്ട്. അപ്പം ബാക്കി 75,000-ൽ നിന്ന് 20,000 വിറ്റപ്പോൾ കിട്ടിയ പൈസ കുറച്ചാൽ ബാക്കി 55,000 നമുക്ക് ചിലവ് വന്നിട്ടുള്ളൂ. ആ 55,000 ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, മൊത്തം കൂട്ടുമ്പോൾ അല്ലേ 6,55,000 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.